എല്ലാവർക്കും ജാമീസ് പേരിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കണവ അഥവാ കൂന്തൽ തോരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇടാം. അതിനുശേഷം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് അതുപോലെ തന്നെ കരിവേപ്പിലയൊക്കെ ഇടാം. ഇനി നമുക്ക് ഇടാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതാണ്. ഇവിടെ ഞാൻ 8 വെളുത്തുള്ളിയും 1 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കൊച്ചുള്ളിയും സവാളയും ഇടാം. ഇവിടെ കൊച്ചുള്ളി ഞാൻ 20ഉം അതുപോലെ തന്നെ സവാള ഒരു ചെറിയ മീഡിയം സൈസിൽ സവാളയുമാണ് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതൊന്ന് വഴണ്ട് വരട്ടെ. സവാള ഒന്ന് വാടി വരുന്ന ടൈമിൽ നമുക്ക് പൊടികൾ ചേർക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ, അതുവരെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ പൊടികളിലെ പച്ചമണമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടികൾ ഇട്ടതിന് ശേഷം ഇതുപോലെ നിർത്താതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡിയായതിനു ശേഷം കണവ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അതിനുശേഷം നമുക്ക് മസാലയും കണവയും കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് 1 കപ്പ് അളവിൽ വരുന്ന വെള്ളം ഒഴിക്കാം. ഇനി ഞാൻ ഉപ്പിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണവയിലേക്കൊക്കെ നല്ല ഉപ്പും അതുപോലെ തന്നെ മസാലയും ഒക്കെ പിടിച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് അടച്ചു വയ്ക്കാം. ഇവിടെ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റോളമാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് തുറന്നിട്ട് കരിഞ്ഞു പിടിക്കാതിരിക്കാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നപ്പോൾ നമ്മുടെ കണവ അടിപൊളിയായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി, അതുപോലെ തന്നെ നന്നായിട്ട് കുക്കായി നല്ല മണവും വരുന്നുണ്ട്. അതിന് നമുക്ക് ഈ ടൈമിൽ നമ്മുടെ 9 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകപ്പൊടിയും അതും കൂടെ ഇട്ടൊന്ന് 1 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ നമ്മുടെ കണവ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാകും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അടുത്ത പുതിയ വീഡിയോയുമായിട്ട് വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.